എന്ന് ആരാ പറയുന്നത്? മനുഷ്യവംശത്തിന്റെ മാർഗദർശിയും മാനവലോകത്ത് ശാന്തിയുടെ വാഗ്ദാനമായ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്, ഉർഫുകു യാ അസ്റായീൽ, ഒന്ന് മയം കാണിക്കൂ അസ്റായീലേ, മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ യാ അസ്റായീൽ, ഒന്ന് മയം കാണിക്കണേ അസ്റായീലേ. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സമയത്ത് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം കൊടുത്ത ഒരു മറുപടിയുണ്ട്. നബിയേ നബിയേ, ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും മയത്തോടു കൂടിയാണ് അങ്ങയുടെ റൂഹിനെ ഞാൻ പിടിക്കുന്നത്. എന്നിട്ടും യാ അസ്റായീൽ, മരണത്തിന് ഇത്രയൊക്കെ വേദനയുണ്ടോ? യാ അസ്റായീൽ, ഇത്രയൊക്കെ വേദനയുണ്ടോ അസ്റായീൽ? അങ്ങനെ ഈ വേദന എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തീങ്ങൾക്ക് കൊടുക്കുന്നുവെങ്കിൽ അസ്റായീലേ, ആ വേദന മുഴുവനും ഈ മുഹമ്മദിന് നൽകിക്കൊള്ളുക. എന്റെ ഉമ്മത്തീങ്ങളെ വേദനിപ്പിക്കല്ലേ എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗക നൂരി അന്ത ഇക്ഫീറുൻ മാരി യാ റസൂലല്ലാഹ് അന്ത മിസ്ബാഹു സുദൂരി യാ ഹബീബല്ലാഹ് യാ നബി സലാം അലൈക്കും عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله. ആ ഹബീബായ തങ്ങളാ പഠിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ നശിച്ചുപോയ വിഭാഗമാണെന്നറിയുമോ? അവസാനം ദിക്ർ ചൊല്ലി മരിക്കാൻ കഴിയാത്ത വിഭാഗം ഏതെന്നറിയുമോ? ആവശ്യമില്ലാതെ കണ്ടെടുത്തും കേട്ടെടുത്തും നാവിനെ ഉപയോഗിക്കുന്നവരാണ് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പുന്നാര ഹബീബ് പറഞ്ഞു തരികയാണ്, ദുനിയാവിന്റെ 4 നിധികളിൽ ഒന്നാമത്തെ നിധി ലിസാൻ ദാകിറുൻ, ദിക്ർ ചൊല്ലുന്ന നാവാണ് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദിക്ർ ചൊല്ലുന്ന നാവുകൾക്ക് അവസാനം ദിക്ർ ചൊല്ലിയിട്ട് മരണപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് ലോകം കണ്ട ഏറ്റവും വലിയ സൂഫി വര്യനായ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മനസ്സിലാക്കണം. അതല്ലാതെ മരിക്കാൻ കിടന്ന ഒരു മനുഷ്യന്റെ അടുത്ത് നിന്ന് മരണവേദന കൊണ്ട് പിടിപിടാപ്പെടുക്കുന്ന ഒരു മനുഷ്യൻ ചെല്ലുവാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചെല്ലു മാമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ മയ്യിത്ത് കേൾക്കുകയും ചെയ്യൂല, ചെല്ലാൻ പറ്റുകയും ചെയ്യൂല. മരിക്കുന്നത് ഈ സദസ്സിൽ ആരെങ്കിലും ലൈവായിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടവരെന്ന് കൈവക്കി. ആരെങ്കിലും മരിക്കുന്നത് ലൈവായിട്ട് കണ്ടവർ ആരും കണ്ടിട്ടില്ലേ? മാഷാ അല്ലാഹ്, ഒരാളുണ്ട്. വളരങ്ങളുണ്ടോ? 2 പേര് 3 പേര്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് കരയുന്നത് കണ്ടിട്ടുണ്ടോ? മരണവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. നമ്മുടെ കയ്യിലൊരു മുള്ളു തറച്ച ചിലപ്പോ വേദന കൊണ്ട് നമ്മൾ എന്താവും? കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴിപ്പിച്ച് കരഞ്ഞു പോകും. ഒരു തലവേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയ പിന്നെ കരയും. മാനസികമായി ടെൻഷൻ വന്നാൽ കരഞ്ഞു പോകും. പിന്നെന്തുകൊണ്ടാണ് മരണവേദന കൊണ്ട് പിടിപിടുക്കുന്ന ഒരു മനുഷ്യൻ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴിപ്പിച്ച് കരയാൻ പറ്റാത്തത്? കരയുന്നത് കാണൂല. മരണവേദന കൊണ്ട് പിടിപിടുക്കുന്ന ഒരു മനുഷ്യൻ കണ്ണിൽ നിന്നും കണ്ണുനീരൊലിപ്പിച്ച് കരയുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്താ കാരണം എന്നറിയോ? നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് പുറത്തേക്ക് വരണമെങ്കിൽ നമ്മുടെ തലച്ചോറ് പോലും ആ കണ്ണുനീരിന് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ പുറത്തേക്ക് വരൂ.
പക്ഷേ മരണവേദന കൊണ്ട് പിടിപിടുക്കുന്ന ഒരു മനുഷ്യന്റെ മുഴുവൻ വിഷമം ആ വേദനയിലാണ്. ആ വേദനയിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോ കണ്ണുനീരൊലിപ്പിക്കാൻ പോലും ഉൽപ്പാദിപ്പിക്കാൻ പോലും തലച്ചോറിന് പറ്റൂല. അത്രയും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ഇത് മരണവേദന എന്നുള്ളത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു വരുന്നത്, മക്കള് കൂടെ കൂടി ഇരുന്നിട്ട് ചെല്ലുവാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്ത ഒരാൾക്ക് എന്താക്കാൻ പറ്റൂല? കേൾക്കാനോ അത് ചെല്ലാനോ പറ്റൂല. പിന്നെ ആർക്ക് പറ്റും? പിന്നെ ആർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പറ്റും? അതിനുള്ള ഉത്തരമാണ് അർബഅത്തും മിൻ കൻസിദ് ദുനിയ, ദുനിയാവിന്റെ 4 നിധികൾ. അതിൽ ഒന്നാമത്തെ നിധിയായ ലിസാനുൻ ദാക്കിറുൻ എന്ന നിധി കരസ്ഥമാക്കിയവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പറ്റും. ഒരു സംശയവും വേണ്ട, ഒരു സംശയം വേണ്ട. ദിക്ർ ചൊല്ലി മരിച്ചവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾ പഠിച്ചു നോക്കിക്കോ. അവര് ലിസാനുൻ ദാക്കിറുൻ എന്ന ദുനിയാവിന്റെ നിധി കരസ്ഥമാക്കിയവരായിരിക്കും. SKSSFന്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം. നമ്മളൊക്കെ സമസ്തയിൽ പ്രവർത്തിക്കുന്നു, SKSSFൽ പ്രവർത്തിക്കുന്നു, SYSൽ പ്രവർത്തിക്കുന്നു. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? ദീനിയായ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ആയിക്കോട്ടെ, സ്വർഗത്തിന് വേണ്ടിയിട്ട് ആയിക്കോട്ടെ. അതൊക്കെ കിട്ടും. പ്രവർത്തിക്കുമ്പോൾ നീയത്ത് നന്നാക്കി പ്രവർത്തിച്ചാൽ മതി, അതൊക്കെ ലഭിക്കും. അതേപോലെ ഈ കേരളക്കരയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിട്ട് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയ മഹത്തുക്കളുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കുക.